സ്വപ്ന ചിത്രങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സിനിമ അഡ്രിഫ്റ്റ് ബിയോണ്ട് ഹൊറിസോൺ എന്ന സിനിമയാണ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ് തരിക. നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പരമാവധി സുഹൃത്തുക്കൾക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. ഇനി സിനിമയിലേക്ക് പോകാം. അഡ്രിഫ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒഴുക്കിനൊത്ത് നീങ്ങുന്ന, വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന, ഒഴുകിപ്പോകുന്ന, ഒലിച്ചു പോകുന്ന എന്നൊക്കെയാണ്. ഇത് ഒരു ഫുൾ AI നിർമ്മിത സിനിമയാണ്. എല്ലാ കഥാപാത്രങ്ങളും AI സൃഷ്ടികൾ ആണ്. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു രാജ്യമോ നടീനടന്മാരോ ഇല്ല. സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത് ഈ സിനിമ നൂതന AI ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് ഗൂഗിൾ വിയോ 3.1 ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇത് ഒരു പരമ്പരാഗത നിർമ്മാണ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നുമില്ല. ചെറിയൊരു സിനിമയാണ്. കഷ്ടി 1 മണിക്കൂറും 1 മിനിറ്റും ആണ് നീളം. ഇതൊക്കെ മനസ്സിൽ വച്ചുകൊണ്ട് വേണം ഈ സിനിമ ആസ്വദിക്കാൻ. ഒന്നുമില്ലെങ്കിലും ഒരു നൂതനമായ ഒരു സംരംഭമാണ്. സിനിമയിൽ ചങ്ങാടത്തിൽ ഒഴുകി നടക്കുന്ന ഒരു യുവതിയുടെ കഥയാണ് പറയുന്നത്. ഇനി സിനിമയിലേക്ക്. നടുക്കടലിൽ ചെറിയൊരു ചങ്ങാടം. അതിൽ ഒരു യുവതി. ബോധം വീണു കിട്ടിയ ആ യുവതി പേടിച്ച് കരഞ്ഞുകൊണ്ട് ചുറ്റും നോക്കുന്നു. നടുക്കടൽ, ആരുമില്ല സഹായത്തിന്. അവൾ ചുറ്റും നോക്കി എന്നെ സഹായിക്കൂ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ചു കൂവുന്നു. പക്ഷേ ആരും അത് കേൾക്കുന്നില്ല, കാണുന്നുമില്ല. നടുക്കടലിൽ ആരും സഹായത്തിനില്ല എന്ന സത്യം അവളെ തളർത്തി. അവൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആലോചിക്കുന്നു. അതിനിടയിൽ ചങ്ങാടം കെട്ടിയ കയർ ഇളകുന്നു. അവൾ അത് നേരെയാക്കുന്നു. പകലത്തെ വെയിൽ കൊണ്ട് ചങ്ങാടത്തിൽ ഉരസുകയും ചെയ്തപ്പോൾ അവളുടെ കൈകൾ ആകെ മുറിവേൽക്കുന്നു. അപ്പോൾ ദൂരെ ഒരു കപ്പലിൽ ക്യാപ്റ്റനും ആർമി ചീഫും തമ്മിൽ സംസാരിക്കുന്നു. അവളെ ഇനിയും കണ്ടിട്ടില്ല എന്ന് ക്യാപ്റ്റൻ. എൻ്റെ മിററിൽ ഒന്നും അവളെ സ്പോട്ട് ചെയ്യാനായിട്ടില്ല എന്നും ക്യാപ്റ്റൻ പറയുന്നു. ചീഫ് മറുപടി പറയുന്നത്, ഇനിയും ശ്രമിക്കൂ, അവളെ നമുക്ക് നഷ്ടപ്പെടാനാവില്ല എന്നാണ്. അപ്പോൾ മറ്റൊരിടത്ത് ഒരു ചങ്ങാടത്തിൽ നിരാശ ബാധിച്ചു തുടങ്ങിയ ഒരു യുവതി, മായ. അവൾ ജീവൻ നിലനിർത്താനുള്ള സമരത്തിലാണ്. അവൾ കടലിലൂടെ ഒഴുകി വന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റും അതിൻ്റെ അടിയിലെ പായലും വലിച്ചെടുക്കുന്നു. അവൾ ആ പായൽ ഭക്ഷിച്ചു നോക്കി. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അത്ര പിടിച്ചില്ല. ഒരു മുക്കാലി ചങ്ങാടത്തിൽ ഉണ്ടാക്കി അതിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് മഴവെള്ളം ശേഖരിക്കുന്നു. ഒരു ദിവസം അവൾ കാൽ വെള്ളത്തിലേക്കിട്ട് ഇരിക്കുകയായിരുന്നു. ഒരുപാട് മത്സ്യങ്ങൾ അവളുടെ കാലിൽ തൊട്ട് നീന്തി അകന്നു. അവൾ ഒരു കത്തി വടിയുടെ അറ്റത്ത് ഫിറ്റ് ചെയ്ത് മീൻ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയമായി. രാത്രികളിൽ മഞ്ഞും മഴയും തണുപ്പും, പകൽ നല്ല ചൂടും. അവൾ ആകെ വലഞ്ഞു. ഒരു വിധം ഒരു മീനിനെ പിടിക്കുന്നതിൽ അവൾ വിജയിച്ചു എങ്കിലും പച്ചയോടെ കഴിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല. ബോധത്തിലും അബോധത്തിലുമായി അവളുടെ ജീവിതം. അപ്പോഴാണ് അവളുടെ ഭർത്താവിനെ അവൾ സ്വപ്നത്തിൽ കാണുന്നത്. ഇത് അപകടം പിടിച്ച യാത്രയാണ്, ജീവനോടെ തിരിച്ചു വരും എന്ന് എനിക്ക് ഉറപ്പ് തരൂ എന്നാണ് അയാൾ പറയുന്നത്. കടൽക്ഷോഭത്തിൽ അവളുടെ ചങ്ങാടം തകർച്ചയുടെ വക്കിൽ ആയി. അവൾ ബോധമില്ലാതെ ചങ്ങാടത്തിൽ വീഴുകയും ചെയ്തു. കണ്ണു തുറക്കുമ്പോൾ അവൾ കാണുന്നത് തകർന്ന ചങ്ങാടത്തിൻ്റെ മുകളിൽ ഒരു കടൽ തീരത്ത് കിടക്കുകയാണ്. ഒരു ദ്വീപിൽ ആണ് അവൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ക്ഷീണമൊക്കെ കഴിഞ്ഞ് അവൾ ആ ദ്വീപ് മുഴുവൻ നടന്ന് പരിശോധിച്ചു. മൃഗങ്ങളോ മനുഷ്യരോ ഇല്ലാത്ത ദ്വീപ്. അരുവികൾ ധാരാളമുണ്ട്. നിറയെ പഴുത്തു നിൽക്കുന്ന മാമ്പഴങ്ങളോട് കൂടിയ ഒരുപാട് മാവുകളും ഉണ്ട്. അവൾ പഴം പറിച്ചു ചെന്ന്
ശക്തി വീണ്ടെടുക്കുന്നു. കൂട്ടിന് കടലിലെ മത്സ്യം പിടിച്ച് ഫ്രൈ ആക്കിയത്. ശക്തി വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ കാട്ടിനകത്ത് പറ്റിയൊരു മരം വെട്ടി വീഴ്ത്തി കടൽ കരയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഒരു ചങ്ങാടത്തിന് പറ്റിയ സൈസ് ആക്കി മാറ്റുന്നു. കാട്ടിലെ വേരുകളും വള്ളിച്ചെറികളും മുറിച്ച് കയറാക്കി അവൾ ഒരു ചങ്ങാടം പണിയുന്നു. 100 കണക്കിന് മാമ്പഴങ്ങൾ പറിച്ച് ചങ്ങാടത്തിൽ സ്റ്റോക്ക് ചെയ്യുന്നു. കുറേയേറെ മീനുകൾ ഫ്രൈ ആക്കി സ്റ്റോക്ക് ചെയ്യുന്നു. മുളനാഴിയിൽ ആവശ്യത്തിന് വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നു. കാറ്റ് നിയന്ത്രിക്കാനുള്ള പായ ഓല മടഞ്ഞ് ഉണ്ടാക്കി. എന്നിട്ട് ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് അവൾ യാത്ര തുടങ്ങുകയാണ്. വീണ്ടും കടലിനു നടുവിൽ പിന്നെയും തിരമാലകൾ. പക്ഷേ ഇത്തവണ ഉള്ള ഒരു വ്യത്യാസം, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, കുടിക്കാൻ ശുദ്ധജലവും ഉണ്ട്. അതേസമയം മായയെ അന്വേഷിച്ച് നടക്കുന്ന കപ്പലിനെ ഒരു കൂട്ടം കടൽ കൊള്ളക്കാർ ആക്രമിക്കുന്നു. ക്യാപ്റ്റന് അത് റഡാറിൽ കാണാം. അവൾ ഒരു പറ്റം ഭടന്മാരെ തയ്യാറാക്കി ഒരു ബോട്ടിൽ കടലിലേക്ക് അയക്കുന്നു. ആ കപ്പലിൽ പിടിച്ചു കയറാൻ തുടങ്ങിയ കൊള്ളക്കാരെ സൈന്യം തോക്കിൻ്റെ മുലയിൽ കീഴടക്കുന്നു. അവരെ ബന്ദികൾ ആക്കി കപ്പലിൽ അടയ്ക്കുന്നു. രാവും പകലും ആ കപ്പൽ മായയെ അന്വേഷിക്കുകയാണ്. അവസാനം ക്യാപ്റ്റൻ കരയിലേക്ക് മെസ്സേജ് അയക്കുന്നു. ഇനി മായയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം അവസാനിപ്പിക്കാം എന്ന്. അതേസമയം മായയുടെ ചങ്ങാടം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അപ്പോഴാണ് അവൾ സമീപത്ത് കൂടി ഒരു പഴയ കപ്പൽ പോകുന്നത് കാണുന്നത്. അവൾ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് ഒച്ച ഉണ്ടാക്കുന്നു. കപ്പലുകാർ അത് കേട്ട് മായയുടെ അടുത്തേക്ക് വരുന്നു. അവളെ കപ്പലിലേക്ക് മാറ്റി ഭക്ഷണം, വൈദ്യസഹായം എല്ലാം നൽകുന്നു. നാട്ടിലേക്ക് ബന്ധപ്പെടാൻ ഫോൺ നൽകുന്നു. അധികം വൈകാതെ അവളെ ഒരു ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. മായയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ വെച്ചാണ് അവളുടെ ബന്ധുക്കൾ അവളെ കാണാൻ വന്നത്. സന്തോഷക്കണ്ണീർ ഒരുപാട് ഒഴുകി. അവളുടെ അസുഖം ഭേദമായി വീട്ടിലേക്ക് വിട്ടു. അവൾ അവളുടെ അനുഭവങ്ങൾ ഒരു പുസ്തക രൂപത്തിൽ ആക്കി. ഒരുപാട് പേർക്ക് അവൾ സ്വന്തം അനുഭവം വച്ചുകൊണ്ട് പഠന ക്ലാസ്സുകൾ എടുത്തു. അവൾ ആ ക്ലാസ്സുകളിലെല്ലാം ഒരേ കാര്യമാണ് പറഞ്ഞത്: എന്ത് സംഭവിച്ചാലും മനസ്സിൻ്റെ പിടി വിടരുത്. ഇവിടെ സിനിമ അവസാനിക്കുന്നു. AI ഉപയോഗിച്ച് സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ആണ് ഈ സിനിമയിൽ. ഇനി മുതൽ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നടീനടന്മാരെ ഒന്നും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി ആവശ്യമില്ല. പതുക്കെ പതുക്കെ നമ്മുടെ തൊഴിൽ ഇടങ്ങളും നമ്മളെ ഒഴിവാക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ദൂഷ്യമായ വശം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കേണ്ട സമയമായി.